ഇപ്പോൾ നീറ്റ് നെറ്റ് പരീക്ഷ അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുകയാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ പ്രതിഷേധം, പ്രത്യേകിച്ച് രാജ്യവ്യാപകമായ പ്രതിഷേധം ഈ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തും വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോഴിക്കോട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ജേക്സി തോമസ് ആയിരിക്കും ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി നീറ്റ് നെറ്റ് വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥി ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലും ശക്തമായി തന്നെ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നത് ആദായനികുതി ഓഫീസിലേക്കുള്ള മാർച്ചാണ്. റമീസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റമീസ്, വലിയൊരു ജനകീയ പിന്തുണ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ മാർച്ചിന് കോഴിക്കോട് ലഭിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്രത്തോളം വലിയൊരു പ്രതിഷേധത്തിന്റെ കാഴ്ചകൾ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ നിലയ്ക്ക് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഒരു സംഘർഷത്തിന്റെ സാഹചര്യം അവിടെ ഉണ്ടോ? ഇപ്പോൾ എന്താണ് ഈ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കവിയ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച പരീക്ഷാ കുംഭകോണ കേസിലെ വലിയ പ്രതിഷേധമാണ് രാജ്യമൊട്ടാകെ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു പ്രതിഷേധം കോഴിക്കോട് ആദായ നികുതി കാര്യാലയത്തിലേക്ക് നടക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ ഒരു തരത്തിൽ രാജ്യമൊട്ടക്കും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് വിവിധ ഇടങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇവിടെ കോഴിക്കോടും ഇത്തരത്തിൽ വലിയൊരു മാർച്ച് സംഘർഷവും ഉണ്ടാകുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ഒരു പ്രതിഷേധത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷവും തുടർന്ന് ഒരു തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഒരുപറ്റം വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമായ ഒരു വിഷയത്തെ പ്രത്യേകിച്ച് രാജ്യത്തിന് കാണാനാകില്ല എന്ന വ്യക്തമായ സന്ദേശം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്, ഉയർത്തപ്പെടുന്നുണ്ട്. പാർലമെന്റിൽ ആ നിലയ്ക്ക് പ്രതിപക്ഷം ശക്തമായ ഭാഷയിൽ തന്നെ, രൂക്ഷമായ ഭാഷയിൽ തന്നെ കേന്ദ്ര സർക്കാരിന് നേരെ വിമർശനം ഉന്നയിക്കുമ്പോൾ സംസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് ജില്ലകൾ തിരിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ നിലയ്ക്കുള്ള പ്രതിഷേധ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്.